ദുബായ് ബ്ലൂ ലൈന്റെ ആദ്യ മെട്രോ സ്റ്റേഷന് തറക്കല്ലിട്ടു. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്നാണ് ബ്ലൂ ലൈന്റെ ആദ്യ സ്റ്റേഷന് തറക്കല്ലിട്ടത്. 30 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ബ്ലൂ ലൈനിൽ മൊത്തം 78 സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതോടെ ദുബായ് മെട്രോയുടെ ആകെ ദൈർഘ്യം 131 കിലോമീറ്ററായി ഉയരും. പരിശുദ്ധ ഹജ്ജ് അവസാന കർമ്മങ്ങളിലേക്ക്. ഇന്ന് ഹജ്ജിന്റെ അവസാന അനുഷ്ഠാനങ്ങളിൽപ്പെട്ട ജംറയുടെ അവസാനത്തെ കല്ലെറിയൽ കർമ്മമാണ് നടക്കുന്നത്. കല്ലേറ് കർമ്മം നിർവഹിക്കുന്നതിനായി കനത്ത സുരക്ഷയാണ് മിനായിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തോടെ ഹാജിമാർ കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങും. അബുദാബിയിൽ കിൻഡർഗാർട്ടനുകളിൽ അറബി ഭാഷയ്ക്കായി ആഴ്ചയിൽ 4 മണിക്കൂർ നീക്കിവെക്കണം. ഇന്നാണ് വിദ്യാഭ്യാസ അതോറിറ്റി ഇത് സംബന്ധിച്ച നയം വ്യക്തമാക്കിയത്. നഴ്സറി മുതൽ 2ാം കിൻഡർഗാർട്ടൻ വരെയുള്ള എല്ലാ പ്രാരംഭ ബാല്യകാല വിദ്യാഭ്യാസ തലങ്ങൾക്കും പുതിയ നയം ബാധകമാണ്. 2026-27 അധ്യയന വർഷം മുതൽ പ്രതിവാര അറബിക് പഠന സമയം 5 മണിക്കൂറായി വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. UAEയിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. റാസൽ ഖൈമയുടെയും ഫുജൈറയുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് നേരിയ മഴ. പടിഞ്ഞാറൻ മേഖലകളിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക് വടക്ക് ഭാഗങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഞ്ഞ, ഓറഞ്ച് മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിലെ ആദ്യകാല പ്രവാസി മലയാളി നാട്ടിൽ അന്തരിച്ചു. തലശ്ശേരി ധർമ്മടം റാബിയ മൻസിലിൽ കരിപ്പായി ഖാലിദ് ആണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ദീർഘകാലം മസ്കത്ത് മത്രാസൂക്കിലെ വ്യാപാരിയായിരുന്നു. ഒമാനിൽ തൃശൂർ സ്വദേശിയായ മലയാളി ഡോക്ടർ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. തളിക്കുളം കച്ചേരിപ്പടിയിലെ ഡോക്ടർ നസീർ ആണ് മരിച്ചത്. ഗുബ്ര നവംബർ 18 സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന കോയമ്പത്തൂർ ആയുർവേദിക് ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. ദുബായ് ഓർമ്മ സംഘടിപ്പിച്ച ആർട്ട് ഫെസ്റ്റിവൽ ഇശൽ നിലാവ് ഇന്റർസോൺ കലോത്സവത്തിൽ കിസൈസ് മേഖല ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ബർദുബായ്ക്കാണ് 2ാം സ്ഥാനം. 5 മേഖലകളിൽ നിന്നായി 400-ൽ പരം കലാകാരന്മാർ മത്സരത്തിൽ മാറ്റുരച്ചു. സമാപന സമ്മേളനം NK കുഞ്ഞാമത്ത് ഉദ്ഘാടനം ചെയ്തു. മാത്തുക്കുട്ടി കടോൺ മുഖ്യാതിഥിയായിരുന്നു. ഓർമ്മ പ്രസിഡന്റ് ഷിയാദ് പെരിങ്ങോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഷീദ് മട്ടന്നൂർ, KV സജീവൻ, പ്രദീപ് തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. അന്തരിച്ച ഓർമ്മ അംഗം പ്രദീപിന്റെ നിര്യാണത്തിൽ അനുശോചന സന്ദേശം ഇർഫാൻ അവതരിപ്പിച്ചു. സുനിൽ ആറാട്ടുകടവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജിജിത അനിൽകുമാർ നന്ദി അറിയിച്ചു. ഇനി പ്രവാസികൾ അറിയാൻ. 4 ദിവസത്തെ അവധി കഴിഞ്ഞ് ജീവനക്കാർ ഓഫീസുകളിൽ തിരിച്ചെത്തുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇനി അടുത്ത പൊതു അവധി എന്നായിരിക്കും. എന്നാൽ കേട്ടോളൂ, ഇസ്ലാമിക പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി മുഹറം 1ാം ദിവസമായ ഈ മാസം 26 വ്യാഴാഴ്ച അവധിയാണ്. അടുത്ത പൊതു അവധി അന്ത്യപ്രവാചകന്റെ ജന്മദിനമായ റബിയൽ അവൽ 12 അഥവാ വരുന്ന സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയായിരിക്കും. എന്നാൽ ചന്ദ്രദർശന സമിതിയുടെ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും കൃത്യമായ തീയതികൾ സ്ഥിരീകരിക്കുന്നത്.